മറ്റൊരു ഡൗട്ടാണ് സർ, ഈ ബാങ്കിൽ വരുന്ന പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, അതുപോലെ സാലറി, ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള പോസ്റ്റിങ്സ്, അതൊക്കെ ഒന്ന് ഡിസ്കസ്. എൻ്റെ അറിവിൽ ഇത്ര റെഗുലറായി പ്രൊമോഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു സംവിധാനം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ബാങ്കിൽ ജൂനിയർ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ, ജൂനിയർ മാനേജ്മെൻറ്റ്, ഓൾമോസ്റ്റ് ഓൾ ദ ബാങ്ക്സ്, ഒരു വിത്തിൻ 2 to 4 years ഡെഫിനറ്റ്ലി ഹീ ഈസ് ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് വൺ പ്രൊമോഷൻ. അത് ഇദ്ദേഹത്തിൻ്റെ ആനുവൽ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കാം, ക്വാളിഫിക്കേഷൻ, ബാങ്കിങ് റിലേറ്റഡ് എക്സാംസ്. ഇത് ഏത് സബ്ജക്റ്റ് പഠിച്ച് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നവർക്കും CIIB, JIB പോലത്തെ പരീക്ഷകൾ പാസ്സാകാൻ പറ്റും. യു ആർ ഗെറ്റിംഗ് അഡീഷണൽ മാർക്സ് ഫോർ ദാറ്റ്. ദെൻ ഈ 3-4 കൊല്ലം കഴിഞ്ഞത് കിട്ടിക്കഴിയുമ്പോൾ എഗെയിൻ ആഫ്റ്റർ അനദർ 2-3 years യു ആർ ഗെറ്റിംഗ് വൺ മോർ എലിവേഷൻ. നോർമൽ കോഴ്സിൽ ഒരു 22 to 25 years ജൂനിയർ മാനേജ്മെൻറ്റിൽ ചേരുന്നൊരു വ്യക്തി ജനറൽ മാനേജർ റാങ്കിലേക്ക് എത്താൻ പറ്റും, പ്രൊവൈഡഡ് ഹി ഓർ ഷീ ഗെറ്റ്സ് എവരി പ്രൊമോഷൻ ഓൺ ടൈം. പലപ്പോഴും സംഭവിക്കുക, ബാങ്കിൽ ജോയിൻ ചെയ്യുന്നൊരു വ്യക്തിക്ക് മറ്റു പല വർക്ക് ലൈഫ് ബാലൻസിൻ്റേതായിട്ടുള്ള പ്രഷർ വരുമ്പോൾ വളരെ മിടുക്കികളായിട്ടുള്ള കുട്ടികൾ പലരും ദേ വിൽ നോട്ട് ഓപ്റ്റ് ഫോർ ദെയർ പ്രൊമോഷൻ. അത് പ്രൊമോഷൻ പ്രോസ്പെക്ട്സ് കുറഞ്ഞതുകൊണ്ടല്ല, അവരവരെടുക്കുന്നൊരു തീരുമാനം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ബാങ്കുകളിൽ കിട്ടുന്നത് പോലെ പ്രൊമോഷൻ ഇത്ര ട്രാൻസ്പെറൻ്റായിട്ട്, ഇത്ര റെഗുലറായിട്ട്, ഇത്ര ടൈം ബൗണ്ടായിട്ട് നടക്കുന്ന ഒരു സംവിധാനം എൻ്റെ അറിവിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്.